എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബറിൽ കഴിഞ്ഞ PSC ഡിഗ്രി ലെവൽ ഫേസ് 1 പരീക്ഷയുടെ മാത്സ് വിഭാഗത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3, 8, 13, 18 എന്ന ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 78? അപ്പോൾ ഈ ഒരു ശ്രേണി ശ്രദ്ധിച്ച് നമുക്കറിയാം അല്ലേ, 3 അല്ലേ, 5 കൂട്ടിയ 8, നഗറിന് 8 13 വീണ്ടും 5, 13 നിന്ന് 18 വീണ്ടും 5. അപ്പോൾ ഇതൊന്നൊരു കാര്യം ക്ലിയറായി, ഇവിടെ പൊതു വ്യത്യാസം എന്താണ് വരുന്നത്? 5 ആണ്. അതിനാൽ തന്നെ ഇതെന്താണ്? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, AP ആണ്. ഇതൊരു AP ആണ്, അതായത് സമാന്തര ശ്രേണിയാണ് ഇത്. എന്ന ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 78? എത്രാമത്തെ പദം, അതായത് n ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എത്രാമത്തെ പദം എന്ന് പറയുമ്പോൾ n ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊരു AP ആണ്, അതായത് ഒരു സമാന്തര ശ്രേണിയാണ്. അപ്പോൾ അതിൻ്റെ പൊതുവ്യത്യാസം 5 ആണ് വരുന്നത്. നമുക്ക് n കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന ഫോർമുല നമുക്കറിയാം. n-ാം പദം അല്ലെങ്കിൽ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? അല്ലെങ്കിൽ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഫോർമുല a പ്ലസ് n-1 ഇൻറ്റു d ആണ്. a പ്ലസ് n-1 ഇൻറ്റു d. nth ടേം അല്ലെങ്കിൽ അല്ലേ, n-ാം പദം അവിടെ തന്നുണ്ട് അല്ലേ. ലാസ്റ്റ് ടേം 78 നമുക്ക് എഴുതാം. n-ാം പദം അല്ലെ nth ടേമിൻ്റെ അവിടെ 78 ഈസ് ഈക്വൽ ടു a എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യ പദം. ആദ്യ പദം എത്രയാണ്? 3 പ്ലസ് എത്രാമത്തെ പദം, അതായത് n ആണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത്. n എത്രയെന്ന് നമുക്കറിയില്ല. അപ്പം n-1 ഇൻറ്റു d എന്ന് പറയുമ്പോൾ പൊതുവ്യത്യാസം എത്രയാണ്? 5. ഓക്കെ, നമ്മൾ ഫോർമുലയിൽ കൊടുത്തു. ഇനി ഈ ഒരു 3നെ ഈ സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ +3 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -3 ആവും. അപ്പോൾ 78 -3 എന്ത് കിട്ടും? 75 കിട്ടും. 75 ഇസിക്കൽ ടു, പിന്നെ ഈ സൈഡിൽ എന്ത് മാത്രമേ ഉള്ളൂ? n-1 ഇൻറ്റു 5. ഒന്നുമില്ല, +3 അപ്പുറത്തേക്ക് പോകുമ്പോൾ -3 ആവും. അപ്പോൾ 78 -3 എന്ത് വരും? 75 കിട്ടും. 75 ഈസിക്കൽ ടു n-1 ഇൻറ്റു 5 എന്ന് കിട്ടും. ഇതൊന്ന് n-1 എന്ത് വരും? n-1 എന്ത് വരും? 75 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ഓക്കെ, n-1 ഈസ് ഈക്വൽ ടു 75 ബൈ 5 എന്താണ് വരിക? 15. ഇതുവരെ ഓക്കെ അല്ലേ? അപ്പോൾ n-1 എന്ത് കിട്ടി? 15 കിട്ടി. അതൊന്ന് n എന്ത് വരും? n ഈസ് ഈക്വൽ ടു, അവിടെ 15 ഉണ്ട്, അവിടെയുള്ള -1 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? +1. അപ്പോൾ n ഈസ് ഈക്വൽ ടു 15 പ്ലസ് 1 എത്രയാണ് വരിക? 16. സോ ആൻസർ എത്രയാണ് വരിക? 16. ഓപ്ഷൻ സി ആണ്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫോർമുല ഏതാണ്? a പ്ലസ് n-1 ഇൻറ്റു d. ഈ എക്സാമിന് ചോദിച്ചത് nth ടേം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുക ഈ ഒരു APയുടെ തുക കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അനുബന്ധ കാര്യങ്ങളും ഏതൊക്കെയെന്ന് നോക്കാം. ഇനി നമുക്ക് AP അഥവാ സമാന്തര ശ്രേണി, ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ പെട്ടെന്ന് നോക്കാം. ഒന്ന്, ഉദാഹരണമായി ABC എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളാണ് എന്ന് വിചാരിക്കുക. ABC എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ ഈ മധ്യപദം, അതായത് B
എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? മധ്യപദം ബി എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നുമില്ല, ആദ്യത്തെ പദം ലാസ്റ്റുള്ള പദം, അതായത് മൂന്നാം പദം ബൈ 2 ചെയ്യാം. എ ബി സി എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ ആ ഒരു മധ്യപദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ആദ്യ പദവും മൂന്നാം പദവും കൂട്ടുക, ബൈ 2 ചെയ്യാം. ബി സി ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2. രണ്ടാമത്തെ കാര്യം, അപ്പം നമുക്ക് അവസാന പദം ടി എൻ അങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ആദ്യ പദം T1. അപ്പോൾ TN എന്ന് പറഞ്ഞ അവസാന പദം, ആദ്യ പദം എന്ന് പറഞ്ഞാൽ T1. അതുപോലെ പൊതുവ്യത്യാസം D ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. നമുക്ക് തന്നിരിക്കുകയാണ് അവസാന പദം തന്നിരിക്കുന്നു, ആദ്യ പദം തന്നിരിക്കുന്നു, പൊതുവ്യത്യാസം തന്നിരിക്കുന്നു. നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് nth ടേം പദങ്ങളുടെ എണ്ണം. nth ടേം അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, പദങ്ങളുടെ എണ്ണമാണ് nth ടേം അല്ല, പദങ്ങളുടെ എണ്ണം, അതായത് n കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ് ഫോർമുല വരിക? Tn മൈനസ് T1 ഡിവൈഡഡ് ബൈ D പ്ലസ് 1. ഒന്നും കൂടി പറയാം, ആദ്യ പദം തന്നു, അവസാന പദം തന്നു, പൊതുവ്യത്യാസം തന്നു. പദങ്ങളുടെ എണ്ണം n കണ്ടുപിടിക്കാനുള്ള ഫോർമുല Tn മൈനസ് T1 ഡിവൈഡഡ് ബൈ D പ്ലസ് 1. ഇനി അടുത്തത്, ഇതുപോലെ ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതിന് രണ്ട് ഫോർമുല വരുന്നുണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. നമ്മൾ തുകയെ SN എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. SN ഇസ് ഈക്വൽ ടു n/2 ബ്രാക്കറ്റിൽ 2a പ്ലസ് n-1 ഇൻറ്റു D. അപ്പോൾ തുക കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് SN ഈസ് ഈക്വൽ ടു n/2 ബ്രാക്കറ്റിൽ 2a പ്ലസ് n-1 ഇൻറ്റു D. SN ഈസ് ഈക്വൽ ടു n/2 2a പ്ലസ് n-1 ഇൻറ്റു D. അതുപോലെ തന്നെ നമുക്ക് അവസാന പദം Tn തന്നിട്ടുണ്ട്, അതുപോലെ ആദ്യ പദം T1 തന്നിരിക്കുന്നു. എന്നിട്ട് ഒരു AP-യുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ SN ഈസ് ഈക്വൽ ടു ഇതുപോലെ തന്നെ n/2 ഉണ്ട് കേട്ടോ, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. n/2 പിന്നെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആദ്യ പദവും ഉണ്ട്, അവസാന പദവും ഉണ്ട്. രണ്ടും കൂടി എന്ത് ചെയ്യുക? കൂട്ടുക. T1 പ്ലസ് Tn. അപ്പോൾ തുകയുടെ രണ്ട് ഫോർമുലയാണ്. ഇതാണ് ഫസ്റ്റ് ഫോർമുല. SN ഈസ് ഈക്വൽ ടു n/2 2a പ്ലസ് n-1 ഇൻറ്റു D. പിന്നെ തുകയുടെ രണ്ടാമത്തെ ഫോർമുല Tn-ഉം T1-ഉം തന്നാൽ തുക കണ്ടുപിടിക്കാൻ n/2 ഉണ്ട് കേട്ടോ, ഇവിടെ n/2 ഉണ്ട്, n/2 ഇടുക. രണ്ട് തുക എന്ത് ചെയ്യുക? T1-ഉം Tn-ഉം എന്ത് ചെയ്യുക? കൂട്ടുക. SN ഈസ് ഈക്വൽ ടു n/2 ബ്രാക്കറ്റിൽ T1 പ്ലസ് Tn. അപ്പം മെയിൻ ഫോർമുലയാണ്, ഒന്നുകൂടി പറയാം. B ഈസ് ഈക്വൽ ടു a പ്ലസ് c/2. പിന്നെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ n ഈസ് ഈക്വൽ ടു Tn മൈനസ് T1 ബൈ D പ്ലസ് n. അതുപോലെ ഇപ്പോൾ പറഞ്ഞ രണ്ട് തുക കണ്ടുപിടിക്കാനുള്ള രണ്ട് ഫോർമുലയും അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലഘൂകരിക്കുക. 0.2⁴ ഇൻറ്റു 0.27 ഡിവൈഡഡ് ബൈ 0.03⁵. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാറ്? 0.2⁴ എന്ന് പറയുമ്പോൾ 0.2 ഇൻറ്റു
0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 പിന്നെ വരുന്നത് ഇൻറ്റു 0.27 ഇത് ഡിവൈഡഡ് ബൈ എന്തുണ്ട് താഴെ 0.03 റൈസ് ടു ക്യൂബ്, അതായത് 0.03 ഇൻറ്റു 0.03 ഇൻറ്റു 0.03 അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യാറ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇവിടെ ഓരോ സ്ഥാനം നോക്കാം അല്ലേ. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥാനം, ഇവിടെയും ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം. അപ്പോൾ മേലെ മൊത്തം എത്ര സ്ഥാനം വരുന്നുണ്ട്? 6 വരുന്നുണ്ട് കേട്ടോ, 6 സ്ഥാനം. അതുപോലെ താഴെയും നോക്കാം. ഇവിടെ 2 സ്ഥാനം, ഇവിടെയും 2, ഇവിടെയും 2. അപ്പോൾ താഴെയും മൊത്തം എത്ര സ്ഥാനം വരുന്നുണ്ട്? പോയിന്റ് മാറിയിട്ട് 6. മേലെയും അല്ലെ പോയിന്റ് കഴിഞ്ഞിട്ട് സ്ഥാനം വരുന്നത് 6, താഴെയും 6. മേലെയും താഴെയും ഈ ഒരു സ്ഥാനം മാറിയിട്ട് വരുന്ന ആ ഒരു വാല്യൂ സെയിം ആണ്, 6. ഇങ്ങനെ വന്നാൽ നമ്മൾ ആ പോയിന്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. നമുക്ക് 0.2 റൈസ് ടു 4 എന്നുള്ളത് 4 എന്നുള്ളത് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് അത് ഇൻറ്റു ചെയ്താൽ മതി. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു പിന്നെ 0.27 വരെ 27 എടുത്താൽ മതി. പോയിന്റ് എടുക്കേണ്ട ആവശ്യമില്ല. മേലെയും താഴെയും തുല്യമായതുകൊണ്ടാണ്. ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇങ്ങനെ കിട്ടി. നമുക്കറിയാം താഴെ 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27. ഈ ഒരു 27ഉം ഈ ഒരു 27 എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ള നമുക്ക് നോക്കിയറിയാം. 2 ഇൻറ്റു 4, 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16. ആൻസർ വരിക 16 ആണ്. 16 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് 16. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 2 സംഖ്യകൾ 2:3 എന്ന അനുപാതത്തിലാണ്. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ അവ 3:5 എന്ന അനുപാതത്തിലാവും. എങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടെത്തുക. ഇത്തരത്തിലുള്ള പ്രോബ്ലം വന്നാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം A:B, അതായത് എയും ബിയും തമ്മിലുള്ള റേഷ്യോ അനുപാതം A:B എന്ന് തന്നാൽ നമുക്കതിനെ A/B എന്ന് എഴുതാൻ പറ്റും. A:B നമുക്ക് A/B എന്ന് എഴുതാൻ പറ്റും. പ്രോബ്ലത്തിലേക്ക് വരാം. 2 സംഖ്യകൾ 2:3 എന്ന അനുപാതത്തിലാണ്. ഇതിനെ നമുക്ക് സംഖ്യ അല്ലെങ്കിൽ നമ്പറാക്കി എഴുതുമ്പോൾ നമുക്ക് ആ 2:3നെ നമുക്ക് സംഖ്യയാക്കി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 സംഖ്യകളാക്കി എഴുതുക. 2x, 3x. അപ്പോൾ ആദ്യത്തെ സംഖ്യ 2x, രണ്ടാമത്തെ സംഖ്യ 3x എഴുതി. ഇനി അടുത്ത് ശ്രദ്ധിക്കുക, ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ. അപ്പോൾ നമുക്ക് ഓരോന്നിൽ നിന്നും 5 കുറയ്ക്കാം. 2xൽ നിന്ന് ആദ്യം 5 കുറയ്ക്കാം. 2x മൈനസ് 5. ഇതുപോലെ 3xൽ നിന്നും 5 കുറച്ചു കേട്ടോ. 3x മൈനസ് 5. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ അവ എന്താണ്? അവ 3:5 എന്ന അനുപാതത്തിലാവും. കുറച്ചാൽ കിട്ടുന്ന അനുപാതം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3:5. 3:5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? 3/5 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 3/5. ഇത് കുറച്ചാൽ കിട്ടുന്ന അനുപാതമാണ് 3/5. എങ്കിൽ ഈ 2x മൈനസ് 5 3x മൈനസ് 5 എന്താണ്? ആ അനുപാതത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് ബൈ എന്നിടാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2x മൈനസ് 5 ഡിവൈഡഡ് ബൈ 3x മൈനസ് 5 ഈസ് ഈക്വൽ ടു 3/5 എന്ന് കിട്ടി. ഇനി ഒന്നുമില്ല, അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2x മൈനസ് 5
ഇൻറ്റു 5 വരും. ഇൻറ്റു 5 ഈസിക്കൽ ടു അതേപോലെ ഇങ്ങോട്ടും ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 3x മൈനസ് 5. ഒന്നുമില്ല, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഈ 5 എന്ത് ചെയ്യുക? ഉള്ളിലേക്ക് എടുത്ത് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 5 ഇൻറ്റു 2x എന്ത് വരും? 10x മൈനസ് പിന്നെ പോലെ 5 ഇൻറ്റു 5 എന്ത് വരും? 25 ഇസിക്കൽ ടു അതുപോലെ 3 എന്ത് ചെയ്യുക? ഉള്ളിലേക്ക് എടുത്ത് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 3 ഇൻറ്റു 3x എന്ത് വരും? 9x മൈനസ് അതുപോലെ 3 ഇൻറ്റു 5 ചെയ്താൽ എന്ത് കിട്ടി? 15 എന്ന് കിട്ടി. അപ്പോൾ ഇതുവരെ ഓക്കെയാണ്. ഇനി ഒന്നുമില്ല, ഈ 9x പ്ലസ് 9x ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താവും? മൈനസ് 9x ആവും അല്ലേ? അപ്പോൾ എന്ത് വരും? 10x മൈനസ് 9x എന്ന് വരും. 10x മൈനസ് 9x എന്ന് പറഞ്ഞാൽ എന്താ വരിക? x ആണ്, 1x ആണ്, അതായത് x ആണ്. x ഈസിക്കൽ ടു ഇതുപോലെ ഈ മൈനസ് 25 എന്ത് ചെയ്യും? അപ്പുറത്തേക്ക് എടുക്കും. മൈനസ് 25 അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ ഓൾറെഡി ഒരു മൈനസ് 15 ഉണ്ട്. ഈ മൈനസ് 25 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് 25 ആവും. പ്ലസ് 25 അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ത് കിട്ടും? എക്സ് ഈസിക്കൽ ടു മൈനസ് 15 പ്ലസ് 25, അതായത് 25 നിന്ന് 15 കുറച്ചാൽ എത്ര കിട്ടും? 10 കിട്ടും. എക്സ് എന്ത് കിട്ടി? 10 കിട്ടി. ചോദ്യത്തിൽ എന്താണ് കണ്ടുപിടിക്കുന്നത്? എങ്കിൽ ആദ്യത്തെ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ സംഖ്യ ഏതാണ്? 2x ആണ്. 2x ആണ് ആദ്യത്തെ സംഖ്യ. എങ്ങനെ കണ്ടുപിടിക്കുക? 2 ഇൻറ്റു എക്സിൻ്റെ വില ഇപ്പോൾ കിട്ടി 10. 2 ഇൻറ്റു 10 എത്ര വരും? 20. അപ്പോൾ ആദ്യത്തെ സംഖ്യ ഏതാണ് വരിക? 20. ആൻസർ വരിക ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10 സംഖ്യകളുടെ ശരാശരി 12 ആണ്. ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ പുതിയ ശരാശരി എത്രയായിരിക്കും? അപ്പോൾ 10 സംഖ്യകളുടെ ശരാശരിയാണ് 12. 10 സംഖ്യകളുടെ ശരാശരി 12. ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ, ഓരോ സംഖ്യയിൽ നിന്ന് 3 വീതം കുറച്ചാൽ അതിന് തുല്യം തന്നെ ആയിരിക്കും ആ സംഖ്യകളുടെ ശരാശരിയിൽ നിന്നും 3 കുറച്ചാൽ. ഈ 10 സംഖ്യകളുടെ ശരാശരിയാണ് 12. ഇവ ഓരോന്നിൽ നിന്നും 3 വീതം കുറച്ചാൽ ഉള്ളതിന് അതേ തുല്യമാണ് ശരാശരിന്ന് 3 കുറച്ചാലും. ഇവിടെ ശരാശരി എത്രയാണ്? 12 ആണ്. 12 നിന്ന് 3 കുറയ്ക്കുക. 12 ശരാശരിയിൽ നിന്ന് 3 കുറയ്ക്കുന്നത് ഓരോ സംഖ്യയിൽ നിന്നും 3 കുറയ്ക്കുന്നതിന് തുല്യമാണ്. കാരണം ഈ ഓരോ സംഖ്യയുടെയും ശരാശരിയാണ് 12. അപ്പോൾ അതൊന്ന് ഒന്നിച്ച് 3 കുറച്ചാൽ മതി. 12 നിന്ന് 3 കുറച്ചാൽ നമുക്ക് കിട്ടും 9 എന്ന് കിട്ടും. 9 ശരാശരിന്ന് 3 കുറച്ചു, അപ്പോൾ കിട്ടും 9. ആ 9 ആണ് പുതിയ ശരാശരി. 9 ആണ് പുതിയ ശരാശരി. ഇനി ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ എന്നാണ് ഇവിടെ. ഇപ്പോൾ വേറൊരു ചോദ്യമായിട്ട് ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കൂട്ടിയാൽ പുതിയ ശരാശരി എന്ത് എന്ന് ചോദിച്ചാൽ, ശരാശരി 12 ആണെങ്കിൽ അതിൻ്റെ കൂടെ 3 കൂട്ടിയാൽ മതി. അപ്പോൾ 15 കിട്ടും. ആ 15 ആയിരിക്കും പുതിയ ശരാശരി. ഒന്നുമില്ല, ശരാശരിന്ന് എത്രയാണോ കുറയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് കുറയ്ക്കുക. അതായിരിക്കും പുതിയ ശരാശരി.